മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷം തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മെ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുക. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്താൽ തൻ്റെ ജനത്തെ നിറയ്ക്കുവാൻ തിരുവോസ്തിയിൽ കർത്താവ് സന്നിഹിതനായിരിക്കുക. നമുക്ക് അൽത്താരയുടെ മുകളിലേക്ക് നമുക്ക് നോക്കാം. പരിശുദ്ധ കുർബാനയിൽ യേശു ചെറുതായി, എത്രമാത്രം ചെറുതായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് സദാശൂന്യനായിക്കൊണ്ട് ദാസനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മെ നവീകരിക്കുവാൻ ഈശോയെ നമുക്ക് സ്നേഹിക്കാം. സങ്കീർത്തനം 26 പറയുന്ന കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു, ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല, വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു, നീചന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവെ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളുടെ കൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുത്. രക്തദാഹികളുടെ എൻ്റെ പ്രാണനെയും. അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്, അവരുടെ വലത് കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ കർത്താവിനെ ഞാൻ വാഴ്ത്തും. പരിപൂർണമായിട്ടും നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിന് വസിക്കുവാൻ തക്ക വിധം നമ്മുടെ ശരീരത്തെ എവിടെ നിന്നൊരു ആലയമാക്കി തീർത്തിരിക്കുക. പുത്രൻ്റെ ശരീരത്താൽ ആ തകർക്കപ്പെട്ട ശരീരം വീണ്ടും പുനരുദ്ധരിച്ചുകൊണ്ട് പാപത്താൽ തകർക്കപ്പെട്ട ഈ ശരീരത്തെ വീണ്ടും അവിടുന്ന് പുനരുദ്ധരിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇത്രമാത്രം ചെറുതായി. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്ന ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്നു. നമുക്ക് ചേർന്ന് ദൈവമായ കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടുകൂടി നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവിനെ എപ്രകാരം ആരാധിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. മരുഭൂമിയിൽ അവർ ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്കും ഈ ചൂട് സമയത്ത്, ഈ ഉച്ച സമയത്ത് ദൈവമായ കർത്താവിനെ ഇസ്രായേൽ ജനം അന്ന് നന്ദിയോടെ ആരാധിച്ചതുപോലെ നമുക്കും ചേർന്ന് പാടി ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും യേശുവേ പൂർണ്ണാത്മാവോടും
സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ദൈവമേ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്വരമേർത്തി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പൂർണ്ണ മനസ്സോടും ദൈവമേ, പൂർണ്ണ ഹൃദയമോടും ഈശോയെ പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും എല്ലാവരും ചേർന്ന് പൂർണ്ണ ഹൃദയമോടും യേശുവേ പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ചേർത്ത് പാടാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് തുറന്നു വെക്കാം. നമ്മുടെ ജീവിതയാത്രയെ മുഴുവൻ കർത്താവിനെ സമർപ്പിക്കാം. അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായി, അവിടുത്തെ ആരാധിക്കുവാനായി തൻ്റെ ജനത്തെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ആ ഒരു വലിയ വിശ്വാസത്തോടെ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാവ് നമ്മളെ നയിക്കുകയാണ് സ്വർഗരാജ്യത്തിലേക്ക്. അവിടുന്ന് ശരീരമാകുന്ന വിധിയിലൂടെ നവീനവും സജീവമായൊരു പാത പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുക. ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒത്തിരി ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൃപ നിറഞ്ഞവരായിട്ട് തീരുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലതയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൃപ നിറഞ്ഞവരായിരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ ആരിൽ നിറയുന്നോ അവരുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദിവികാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടുവാനാണ് ദൈവം നമ്മെ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടുത്തെ പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. 29-ാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതൊന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശികൾക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു, സിറിയോനെ കാട്ടുപോത്തിനെ പോലെ. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൻ്റെ മഹത്വം എന്നെല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിൻ്റെ മേൽ സിംഹാസനത്തിനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായത്തിലൂടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവാണ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നത്. അവിടെ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നത് ദൈവമായ കർത്താവാണ്. ദൈവാനുഗ്രഹത്തിനായിട്ട്, ദൈവശക്തിക്കായിട്ട്, ദൈവിക സമാധാനത്തിനായിട്ടാണ് ദൈവം നമ്മെ അവിടുത്തെ പരിശുദ്ധമായ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് അവിടുത്തെ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. അവിടുത്തെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് നമ്മളെ സമൃദ്ധമായിട്ട് ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെ സന്തതികളായ നമ്മളെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും പാടി ദൈവമായ കർത്താവിനെ സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ചേർന്ന് പാടാം. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും, അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. സ്വരമുയർത്തി. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. മർദ്ദിതർക്കു നീതി നടത്തിത്തരും, വിശക്കുന്നവർക്ക് ആഹാരം ദിനവും തരും. മർദ്ദിതർക്കു നീതി നടത്തിത്തരും, വിശക്കുന്നവർക്ക് ആഹാരം ദിനവും തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അന്ധരുടെ കണ്ണുകൾ തുറന്നു തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അന്ധരുടെ കണ്ണുകൾ തുറന്നു തരും. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും, അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. എല്ലാവരും ചേർന്ന്. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ദൈവത്തെ സ്തുതിക്കാം. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ചേർന്ന് പാടാം. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. സങ്കീർത്തനം 30 പറയുന്നു, കർത്താവെ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിനെ പാടി പുകഴ്ത്തുമ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്ന് സങ്കീർത്തകൻ പറയുക. ഓരോ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ തിരുവചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക. കർത്താവെ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. സങ്കീർത്തകനായ ദാവീദ് കർത്താവിനെ പാടി പുകഴ്ത്തിയപ്പോൾ അവിടുന്ന് ദാവീദ് രാജാവിനെ രക്ഷിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കിയില്ല. ഒരിക്കൽ കൂടെ നമുക്ക് വചനം ശ്രവിക്കാം. കർത്താവെ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കിയില്ല. ആഹ്ലാദാരവത്തോടെ ഉത്സവഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആ സങ്കീർത്തകൻ നമ്മളോട് പറയും. ഹൃദയത്തിൽ ഉത്സവ പ്രതീതി ഉണ്ടാകണമെന്ന് സങ്കീർത്തകൻ പറയുക. അത്രമാത്രം ആഹ്ലാദത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുക. ശത്രുക്കൾക്ക് വിജയം ആഘോഷിക്കുവാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല. എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. നിലവിളിക്ക് ഉത്തരം സൗഖ്യമാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദൈവവേദല് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് പ്രത്യുപകാരമായി പ്രതിഫലമായി നൽകുന്നത് സൗഖ്യമാണെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവെ അവിടെ തന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രി വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നൊമ്പരങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഒരു ദൈവവേദനെ ഉറപ്പിച്ചു നിർത്തുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങയുടെ മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവേ, എന്നിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കരുത് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദാവീദ് പറയുന്നു, അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവേ, അങ്ങോട് ഞാൻ നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അതങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ? കർത്താവേ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്കെന്നും നന്ദി പറയും. മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്.
നമ്മൾ പലപ്പോഴും മൗനം അവലംബിക്കുന്നവരായിട്ട് മാറ്റപ്പെടുകയും പലപ്പോഴും നമ്മൾ മൗനത്തിലാണ്. സങ്കീർത്തകൻ പറയുന്നു, ഞാൻ ഒരിക്കലും മൗനം പാലിക്കാതെ അങ്ങേ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു ദൈവവേദല് ജീവിത അവസാനം വരെ മരണത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന നമസ്തം വരെ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന അധരം കൊണ്ട് ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് കർത്താവിനെ നമുക്ക് പാടി പുകഴ്ത്താം. അവിടുത്തെ നാമത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുക്രിസ്തു എന്ന അധികാരമുള്ള നാമം, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം, ആ ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. കരങ്ങളെ ഒന്ന് ഉയർത്തി സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവന്റെ മുൻപിൽ കാണിരുന്നപ്പോൾ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ കാണിരുന്നപ്പോൾ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതും അവൻ എന്നെ കാക്കുന്നോ, എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ, എന്നെ കരുതും അവൻ എന്നെ കാക്കുന്നോ, എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുമവൻ, മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുമവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും
എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, 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 എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. സ്തുതിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 23 പറയുന്നു, കർത്താവ് എൻ്റെ ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത നല്ലിടയൻ. ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് എന്ന് അവിടുന്ന് ഇടയൻ പറയുകയാണ്. നല്ലിടയനായ യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാവീദ് രാജാവ് പറഞ്ഞ കാര്യം, കർത്താവ് എൻ്റെ ഇടയനാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ അൾത്താരയുടെ മുകൾ ഭാഗത്ത് ചെറുഓസ്തിയില് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവൻ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയായി ഒരു അപ്പത്തുണ്ടിനുള്ളില് ഒരു ചെറുഓസ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദാഹത്തോടെ ഇരിക്കുന്ന ഈശോയെ നമുക്ക് ഉറ്റുനോക്കാം. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ ഇടയനായിട്ട് എൻ്റെ കൂടെയുണ്ടെങ്കിൽ, ഞാൻ ആടാണെങ്കിൽ, കർത്താവിൻ്റെ ഇടയൻ്റെ ആടാണ് ഞാനെങ്കിൽ, ഇടയൻ്റെ മണമറിയും, ഇടയനോട് ചേർന്നിരിക്കും, ഇടയനെ അനുസരിക്കും, ഇടയന്റെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കും. ആ ഇടയനോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ദാവീദ് പറയുക. പിന്നീട് രാജാവ് പറയുന്നു, പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പച്ച പുൽത്തകടിയിലേക്ക്, സമൃദ്ധിയുടെ ദേശത്തേക്ക്, അനുഗ്രഹത്തിന്റെ ദേശത്തേക്ക് ദൈവമായ കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുവരും പോകുമെന്ന് ദാവീദ് ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്. അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുപടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ദാവീദ് ആത്മാവിൽ നിറഞ്ഞു പറയുന്നു, എൻ്റെ ശരീരം മുഴുവൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. നാം ആയിരിക്കുകയാണ്
നല്ലിടയനായ യേശുവിൻ്റെ പിന്നാലെ നമ്മ ആ ഇടയനെ അനുഗമിച്ചപ്പോൾ, പ്രിയ ദൈവജനമേ, ഇടയൻ്റെ സ്വരം കേട്ട് നമ്മൾ കടന്നു വന്നത് ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക്. ആ യേശുവിനെ, നല്ലിടയനായ യേശുവിനെ, കൂടെ നടക്കുന്ന ഇടയനെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പച്ചയായ പുൽത്തുകളിലേക്ക് നമ്മെ നയിക്കുന്ന ഈ നല്ലിടയനായ യേശുവിനെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രശാന്തമായ ജലാശയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ പൊന്നു തമ്പുരാനെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ശക്തി ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തടികൾ എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്വരമുയർത്തി, എൻ്റെ പാനപാത്രം ഇതാ കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കൊടുത്തുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അങ്ങയുടെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവേ. അങ്ങയുടെ ആലയം വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. ഇടയനായി ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും പോകത്തില്ല. കർത്താവേ, എൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? കണ്ണുകൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? പ്രത്യാശയോടെ ഒന്ന് വിളിക്കാമോ? ചേർന്ന് പാടാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ദൈവമേ, കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ഓരോ നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്ക്, നമ്മളെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, ആകാശം പിളർന്ന് ദൈവത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ, എന്നെ അലട്ടുന്ന ഈ ജീവിത അവസ്ഥകളുടെ മേൽ, കർത്താവേ, നൊമ്പരങ്ങളുടെ മേൽ, പ്രയാസങ്ങളുടെ മേൽ, ബുദ്ധിമുട്ടുകളുടെ മേൽ, കർത്താവേ, ഇന്ന് അനുഭവിക്കുന്ന ഈ വിഷമതകളുടെ മേൽ ആകാശം പിളർന്ന് ഈശോയെ ഇറങ്ങി വരണമേ എന്ന് ഓരോരുത്തരും ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് മുട്ടുമേലാകാവോ? എല്ലാവരും ഒന്ന് മുട്ടുമേലായിരുന്നേ. നമുക്ക് വീണ്ടും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും മുട്ടുമേലായിരുന്നു ആഗ്രഹിച്ച്, തീഷ്ണതയുടെ ആഗ്രഹിച്ച് ഒത്തിരിയേറെ വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ
ഇതെല്ലാം ദൈവം കണ്ടു. ദൈവം ആഗ്രഹിക്കും മക്കളൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. ആകാശം പിളർന്നു സ്നാപയോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ഈശോ ഉടനെ കരയിലേക്ക് കയറി പിതാവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലേക്കാണ് ദൈവം ഇറങ്ങി. നമ്മുടെ യാചനകളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ കണ്ണുനീരുകളിലേക്ക്, സ്വരമുയർത്തിയുള്ള നിലവിളികളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ ഈശോ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുക. സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ട് കരയിലേക്ക് കയറി ഈശോ പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിൽ വസിച്ച് വലിയൊരു സ്വരം അവിടുന്ന് കേൾക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവൻ്റെ സ്വരം ശ്രവിക്കാൻ കർത്താവ് പറയുകയാണ്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിലൂടെ വരുന്ന വചനം നിങ്ങൾ കേൾക്കാൻ ദൈവം നമ്മോട് പറയുകയും പിതാവ് നമ്മോട് ആവശ്യപ്പെടുകയും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ആകാശം പിളർന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. സമുദ്രം ജലത്താൽ നിറയുന്നതുപോ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അവിടുന്ന് അഭിഷേകം ചെയ്യുവാൻ അവിടുന്ന് ആകാശം പിളർന്ന് ഇറങ്ങി വരണേയെന്ന് ഓരോ മകനും മകളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈശോ വരണേ. ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു മക്കളെ, ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈശോ വരണേ, ഈശോ വരണേ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തകർന്ന അവസ്ഥകളിലേക്ക്, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക്, ജീവിത മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട് കിടക്കുക കർത്താവേ. ഒരു ഗതിയില്ല, പരഗതിയില്ലാത്ത അവസ്ഥ കർത്താവെ അങ്ങ് കാണുന്നില്ല. ഞങ്ങളുടെ വേദന അങ്ങ് അറിയുന്നില്ല ഈശോയെ. ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്നില്ലേ? ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ദീനരോധങ്ങൾ അവിടുന്ന് കേൾക്കുന്നില്ലേ കർത്താവേ? കാണുന്നില്ലേ? അറിയുന്നില്ലേ കർത്താവേ? ആകാശം പിളർന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങി വരണേ. സമുദ്രം ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്ത നിറയും പോലെ. സമുദ്രം ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്ത നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോൾ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ. സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോൾ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്ക
നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ദൈവമേ, ആകാശം പിളർന്ന് വന്നിടണേ. ഗ്രാഹത്തിന്റെ ദൈവമേ, കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തിരുവചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരിക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിലെല്ലാം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവരിലെല്ലാം എൻ്റെ പ്രിയപുത്രരാണ്. ഇവരിലെല്ലാം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പറയുക. സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സങ്കീർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്ന മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, എഴുന്നള്ളി വരികയാണ്. കണ്ണുകളടച്ച് നമുക്ക് ഈശോയെ ഒന്ന് ധ്യാനിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളി വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. വിധിയാളനായ കർത്താവ് ആകാശങ്ങളുടെ അകമ്പടിയോടുകൂടി കടന്നു വരുന്നവൻ ഇത് കരുണയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സകല ജനത്തോടും അവിടുന്ന് കരുണ കാണിക്കുക. കുടുംബാവിയോട് പോലും അവിടുന്ന് കാരുണ്യം കാണിക്കുന്നു എന്നാണ് വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റീനായോട് ദൈവം പറഞ്ഞു. എത്ര കുടുംബാവിയാണെങ്കിലും ഞാൻ അവനോട് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് സിസ്റ്റർ ഫൗസ്റ്റീനോട് പറഞ്ഞ യേശു ഇതാ കാരുണ്യമായി ഈ അൽത്താരയിൽ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കിക്കേ. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി. ചെറുഓസയിൽ എത്ര വലിയ സ്നേഹമാണ്. വിശുദ്ധ ചാവറ പിതാവ് മണിക്കൂറുകൾ കർത്താവിൻ്റെ തിരുസന്നതിയിലായിരുന്നപ്പോൾ ദൈവമായ കർത്താവിനെ ജനം ആരാധിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ ചാവറ പിതാവ് മണിക്കൂറുകൾ ആരാധിക്കുവാൻ ദൈവജനത്തിന് അവസരമൊരുക്കി കൊടുത്തു. ആ വിശുദ്ധൻ കണ്ടു ദൈവത്തിൻ്റെ കാരുണ്യം. മണിക്കൂറുകളോളം ദൈവസന്നതിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യം ഒഴുകിയിറങ്ങുന്നത് ആ വിശുദ്ധൻ കാണുകയോ നോക്കി നിൽക്കുകയാണ്. മക്കളെ, ഓടിവാ. മണിക്കൂറുകൾ നിങ്ങൾ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിക്കേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ആലയത്തിൽ 40 മണിക്കൂർ ആരാധിക്കുവാൻ അവസരം ഒരുക്കി കൊടുത്തു. മക്കളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ ദൈവസന്നദ്ധിയിലായിരിക്കുവാൻ ദൈവജനത്തിന് ബോധ്യം കൊടുത്തത് ആ വിശുദ്ധൻ കാണുകയായ യേശുവിനെ. ആ കാരുണ്യത്തെ സിസ്റ്റർ ഫൗസ്റ്റീന കണ്ടതുപോലെ എല്ലാവരോടും ഓടി വരാൻ പറഞ്ഞു. ദേശത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ മതസ്ഥരോട് ഓടി വരാൻ പറഞ്ഞു. ഈ ആലയത്തിലായിരുന്നേ, മണിക്കൂറിലായിരുന്നേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് വിശുദ്ധ ചാവറ പിതാവ് ദൈവത്തിന്റെ ജനത്തിന് കാണിച്ചു കൊടുക്കുകയും. സങ്കീർത്തനം 24 പറയുന്ന ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. ഈ വലിയ സത്യമാണ് വിശുദ്ധ ചാവറ പിതാവ് കണ്ടെത്തിയത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദികൾക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശ്വസ്ത സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ. ഈശോയെ,
കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ സ്ഥലത്ത് ആർക്കാണ് നിൽക്കാൻ സാധിക്കുന്നത്? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ നിലയുറപ്പിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേലാണ് കർത്താവ് അനുഗ്രഹം ചൊരിയുന്നത്. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കുമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാം, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റ കൈകളുള്ളവനായിരിക്കണം, നിർമ്മലതയുള്ള ഹൃദയമുള്ളവനായിരിക്കണം. ഹൃദയ നൈർമല്യത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദിവസത്തിൽ മാപ്പ് ചോദിക്കാം. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ തന്നെ അവൻ്റെ മേലാണ് കർത്താവ് അനുഗ്രഹം ചൊരിയുന്നത്. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുത്തു. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് സ്വരമൊന്നുയർത്തി ഈ മഹത്വത്തിൻ്റെ രാജാവിനെ തിരുവോസ്വരൂപനായി ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന ഉദ്ധിതനായ യേശുവിനെ വിശ്വാസത്തോടെ ഒന്ന് കരമുയർത്തി നിഷ്കളങ്കമായ കരങ്ങളോടെ നിർമ്മലമായ ഹൃദയത്തോടെ ഒന്ന് വിളിക്കാം. ഈശോയെന്നൊന്ന് വിളിച്ച്, ഈശോയെന്നൊന്ന് വിളിച്ച്, രാജാവേ എൻ്റെ ജീവിതത്തിലേക്ക്, സ്വർഗീയ രാജാവേ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തെ രാജകീയ ജീവിതമാക്കി മാറ്റുവാൻ സ്വർഗീയ രാജാവ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ മഹത്വത്തിൻ്റെ ജീവിതമാക്കി മാറ്റുവാൻ, രാജകീയ ജീവിതമാക്കി മാറ്റുവാൻ സ്വർഗത്തിൻ്റെ രാജാവ് ഇതാ ചെറുഓസിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നു. ഇത്രമാത്രം ചെറുതാകുവാൻ എത്രമാത്രം വളരണം കർത്താവേ. രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു,
നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, ദൈവമേ കടലിന്റെ മീതെ നടന്നു പോയവൻ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ. ഹൃദയടഞ്ഞ മാനവക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മനുജരേ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മനുജരേ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ. സാദരം കൈകൾ കോർത്ത് നിരന്നിടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. ദൈവമേ മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. വീണ്ടും വീണ്ടും നമുക്ക് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദാവീദ് വീണ്ടും പറയുന്നു, 40-ാം സങ്കീർത്തനം, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. എപ്രകാരമാണ് കർത്താവിനെ കാത്തിരിക്കേണ്ടതെന്ന് ദാവീദ് ആത്മാവിൽ നിറഞ്ഞ തൻ്റെ ജനത്തോട് പറയുകയും, ഞാൻ ക്ഷമാപൂർവമാണ് കർത്താവിനെ കാത്തിരുന്നത്, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഒരു ദൈവം ഇതിൽ ക്ഷമാപൂർവം ദൈവത്തെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേൾക്കും. ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കണമെന്ന് ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനത്തിലൂടെ. ക്ഷമാപൂർവം കാത്തിരിക്കുക. ഇപ്പൊ തിടുക്കത്തിൽ അനുഗ്രഹം കിട്ടണം. പ്രാർത്ഥനയ്ക്കെല്ലാം തിടുക്കത്തിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന നിർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം.
ദാവീദ് പറയുന്നു, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അപ്പോഴാണ് അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടത്. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദം പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലികളും പാപപരിഹാര ബലിയിലും അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുത്. അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ രക്ഷിക്കട്ടെ. കണ്ണുകൾ ഉയർത്തി നമുക്ക് നോക്കാം. ശാന്തതയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയില് മണിക്കൂറുകള് വിശ്വസ്തയോടെ ആയിരിക്കുമ്പോ, പഴയ കാലഘട്ടത്തിൽ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തില് ഈ ആലയത്തില് രാപകൽ ദൈവത്തെ ആരാധിച്ചപ്പോ, പ്രിയമക്കളെ, കുടുംബങ്ങളെ, ദൈവമായ കർത്താവ് തൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിച്ചു. പിൻതലമുറക്കാരായ നമ്മളും ഈ പരിശുദ്ധമായ ആലയത്തില് ഈ മണിക്കൂറിൽ ആയിരിക്കുന്നത് തലമുറകൾ ചെയ്തു വെച്ച ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് ആ കാലയളവ് കിട്ടിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മെ ഓരോരുത്തരെയും ഈ പരിശുദ്ധമായ ആലയത്തിൽ, ഈ സക്രാരിയുടെ മുമ്പിൽ, ഈ തിരുവോസ്തിയുടെ മുമ്പിൽ, ഈ ദിവികാരുടെ നാഥൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈശോയെ, ശാന്തതയോടെ വല്യപ്പച്ചമാരും വല്യപ്പച്ചമാരും കട്ടൻ കാപ്പിയുമായി ദേവാലയത്തിൽ വന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ രാപകല് ദൈവമായ കർത്താവിനെ ആരാധിച്ച് കടന്നുപോയ തലമുറകള് സ്വർഗരാജ്യത്തിലിരുന്നു കൊണ്ട് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. വിശുദ്ധ ചാവറ പിതാവ് വലിയ സന്തോഷത്തിലാണ്. പിൻതലമുറക്കാരായ നമ്മളും ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗവാസികൾ മുഴുവൻ സന്തോഷിക്കുന്ന നിമിഷമാണ്. സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന നിമിഷമാണ്. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമുക്ക് ദൈവമായ കർത്താവിനെ വീണ്ടും വീണ്ടും പാടി ആരാധിക്കാം. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന ആരാധന വീശിക്കൊണ്ട് ആരാധന ആരാധന സ്വരമുയർത്തി ആരാധന 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 തുല്യം ചൊല്ലാൻ
ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറുവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറുവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ സ്നേഹമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ സ്നേഹമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ.
എന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തന്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ ഒരു വലിയ അഭിഷേകമാണ് ഈ ശുശ്രൂഷയിലൂടെ, ഈ ആരാധനയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് ദൈവസന്നദ്ധിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ 40 മണി ആരാധന. മക്കൾ ആഗ്രഹിച്ച് വൈദികരെ മാറി മാറി വന്ന് ഈ സമൂഹത്തിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവിൻ്റെ പുരോഹിതരെ തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കണേ, കാരുണ്യം കാണിക്കണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കരുത്, ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസമാത്രവുമാക്കരുത്. അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനങ്ങൾ ചോദിക്കുവാൻ ഇടവരുത്തുന്നതെന്ത്? അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തൻ്റെ ജനത്തോട് കർത്താവ് കരുണ കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇനി നിങ്ങളെ ഞാൻ പരിഹാസമാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട വിജനമായ ദേശത്തേക്ക് ഞാൻ അവനെ തുരത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവുകൾ നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ, ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട. മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലസമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടെ നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പേയിച്ചു തരും. മേദിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പളിപ്പൊടി എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യം നശിപ്പിച്ച സന്മത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ മധ്യയുണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലങ്ങളും കർത്താവിൻ്റെ മഹത്വവും ഭയാനകമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമയോ ചന്ദ്രൻ രക്തമയോ മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് അരുളിച്ചെയ്യുന്നവർ അതിജീവിക്കും. കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവേ, മണിക്കൂറുകളായിട്ട് ദൈവസന്നദ്ധിയിൽ പുരോഹിതരും ദൈവജനവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലൂടെ കർത്താവെ അവിടുന്ന് ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിന് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി,
ഈശോയെ ആരാധന സ്വരം ഉയർത്തി 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 വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പുരോഹിതൻ ദൈവസന്നിധിയിൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിനോട് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും തൻ്റെ ജനത്തിന് ആവശ്യമായത് മുഴുവൻ ചെയ്തു തരികയും ചെയ്യുന്നുവെന്ന്, അപ്പോൾ ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ജോയൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു പാടാം. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ആത്മാവ് നിറയും. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവജനത്തിലേക്ക് നിറയപ്പെടുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. ശക്തിയോടെ കരമടിച്ച് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. തന്റെ ജനത്തോട് കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യം. ഇത്രമാത്രം ദൈവം ചെറുതായി തൻ്റെ ജനത്തിലേക്ക് ഇറങ്ങി വരുവാൻ, തൻ്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ അവിടെ തൻ്റെ ജനത്തോട് കാരുണ്യം കാണിച്ചു. ആ കാരുണ്യത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കാരുണ്യം തൻ്റെ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയും കരമൊന്ന് നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പാപികളും അയോഗ്യരുമായി ശുദ്ധരുമായിരിക്കുന്ന ഞങ്ങളുടെ മേയോട് അങ്ങ് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണെന്ന് യേശയ്യ പറഞ്ഞതുപോലെ കർത്താവേ, നിന്റെ സന്നദ്ധയിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. നിന്റെ കരുണയാണ്, നിന്റെ കാരുണ്യമാണ്, ഈ ദിവ്യ കാരുണ്യമാണ് ഞങ്ങളെ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരമടിച്ച് പാടാം. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നീതി നടത്തിത്തരും. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നീതി നടത്തിത്തരും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയ എന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും.
സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയ ഇന്നു നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി എല്ലാ ശരീരങ്ങളിലും വെളിപ്പെട്ട് നിൽക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം അപ്പസ്തോലന്മാരുടെ ശരീരത്തിൽ വെളിപ്പെട്ടതുപോലെ ദൈവകരുണ അപ്പസ്തോലന്മാരിലൂടെ ദേശാന്തരങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ അനേകരിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ തക്കവിധം ഈ ശരീരമാകുന്ന ആലയത്തെ കർത്താവേ അവിടുന്ന് മഹത്വത്തിൻ്റെ ആലയമാക്കി ഉയർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ? ഒന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? യേശു സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടുന്ന സമയമാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. ആലയം ഒരുക്കപ്പെട്ട് നിൽക്കുക. ദൈവാനുഗ്രഹം കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുക. ആലയം ദൈവജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ദേവാലയത്തിൽ സന്നിഹിതനാണ്. തിരുവോസ്തിയിൽ യേശു നിറഞ്ഞു നിൽക്കുക. ആഗ്രഹിച്ച് കണ്ണുകളുയർത്തി നോക്കിക്കേ. താരയുടെ മുകളിൽ ചെറുവോസ്തിയിൽ കണ്ണുയർത്തി നോക്കിക്കേ. എല്ലാവരുടെയും കണ്ണുകൾ അൾത്താരയുടെ മുകളിലേക്ക്, ആ അവസ്ഥയിലേക്ക്, ചെറുവോസ്തിയിലേക്ക്. ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ഈ ഭൂതലത്തെ സൃഷ്ടിച്ച ദൈവം, പൂഴിയിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം, അവൻ്റെ മേൽ ദൈവിക ചൈതന്യം നിശ്വാസം കൊടുത്തു ദൈവിക ചൈതന്യം കൊണ്ട് മനുഷ്യനെ അഭിഷേകം ചെയ്ത ദൈവം, ലാസറിനെ ഉയർപ്പിച്ച അതേ ദൈവം, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ അതേ യേശു ഇതാ തിരുവോസ്തിയിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, ചെകിടിന് കേൾവി കൊടുത്ത അതേ യേശു, ഓമന സംസാരശേഷി കൊടുത്ത് കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയ അതേ യേശു തന്നെ.
അപ്പസ്തോലന്മാരെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു അതേ യേശു ഇതാ പരിശുദ്ധ കുർബാനയിൽ ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട്, ഈ ആലയം വിട്ട്, ജെറുസലേം വിട്ട് പോകരുതെന്ന് പറഞ്ഞത് യേശു ഈ ജെറുസലേമിലോ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. തൻ്റെ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സഹിയോൻ മാളികമുറിയിൽ പ്രാർത്ഥിച്ചതുപോലെ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത അഭിഷേകം, ഒരു പെന്തക്കോസ്ത അനുഭവം നമ്മളിൽ കർത്താവ് നൽകുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പത്രോസിലൂടെ വ്യാപരിച്ചതുപോലെ, പൗലോസിലൂടെ ദൈവചൈതന്യം വെളിപ്പെട്ടതുപോലെ, 12 അപ്പസ്തോലന്മാരിലൂടെ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചതുപോലെ സഭയിലൂടെ ഇന്നും സാന്നിധ്യം വ്യാപരിക്കുക. സഭാമക്കളിലൂടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. യെശയ്യാ കണ്ടതുപോലെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണാം. യെശയ്യാ പറഞ്ഞു, ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവം ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ പസ്താഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സിറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് പാദവും 2 കൊണ്ട് മുഖവും മറച്ചിരുന്നു. 2 പറക്കാനുള്ളവയായിരുന്നു. ആ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനം ഇളകി, ദേവാലയം ധൂമപൂരിതമായി. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. കാരണം സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സിറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തേക്കനലുമായി പ്രവാചകന്റെ അധരത്തെ സ്പർശിച്ചുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പ്രവാചകനോട് ചോദിച്ചു, ആരെനിക്ക് വേണ്ടി പോകും? പ്രവാചകൻ പറഞ്ഞു, ഞാൻ പോകും അങ്ങേക്ക് വേണ്ടി. പ്രിയ ദൈവജനമേ, നമ്മെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ദൈവത്തിന്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ 40 മണി ആരാധനയോട് നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ജാബർ പിതാവ് ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന് ലഭിച്ച ആ ദൈവിക ചൈതന്യം നമ്മളിലേക്കും തിരുവോസ്തയിൽ നിന്ന്, ദൈവികാരുണ്യത്തിൽ നിന്ന് പകരപ്പെടുവാനാണ് വിശുദ്ധ ജാബർ പിതാവ് ആഗ്രഹിച്ച് ഈ സക്രാരിക്ക് മുമ്പിൽ കണ്ണുനീരോടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തിരുവോസ്വരൂപനായ ഉദ്ധിതനായ യേശു വിശുദ്ധ ജാബർ പിതാവിന് മുമ്പിൽ പ്രത്യക്ഷനായി. ആ കാരുണ്യം അനുഭവിച്ച അദ്ദേഹം ചെയ്തത് വലിയൊരു സത്പ്രവൃത്തിയാണ്. തൻ്റെ ജനത്തെ ഈ മലമുകളിൽ ഒരുമിച്ച് കൂട്ടി മണിക്കൂറുകൾ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വലിയ ആത്മീയ അഭിഷേകത്തിനായിട്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുന്ന അഭിഷേകം നിറയുന്ന അഭിഷേകം നിറയുന്ന അഭിഷേകം നിറയുന്ന അഭിഷേകം നിറയുന്നു. ശക്തി വ്യാപരിക്കപ്പെടുന്നു കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, അധ്വാന മേഖലയിലേക്ക്, കാലാവസ്ഥകളിലേക്ക് എല്ലാം കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുക. ജലമില്ലാത്ത, വെള്ളമില്ലാതെ വിഷമിക്കുന്ന മക്കളുടെ വിഷമതകളിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യ ഈ അൾത്താരിൽ നിന്ന് വ്യാപരിക്കുക, ദിവ്യകാരുണ്യത്തിൽ നിന്ന് വ്യാപരിക്കപ്പെടുക. കരം ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് എല്ലാ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവിൻ്റെ കരുണ കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്. കർത്താവെ, തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. ഈ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ തിരുസന്നത്തിൽ മുട്ടുമേലായിരുന്നു കൊണ്ട് ദൈവസന്നത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ വൈദികരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് വിശ്വാസത്തോടെ രക്ഷകനായ യേശുവിനെ ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച്, 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 ഈശോയെ എന്ന് വിളിച്ച്
സ്വയം വിളിച്ച് കരമടിച്ച് പാടാം. വീണ്ടും ആരാധിക്കാം. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണം. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ഹോറേബ് മലയിൽ ഉൾപ്പടർപ്പിൽ മോശ കണ്ടതുപോൽ പാപികളാകും ഞങ്ങളിൽ അഗ്നി ഇറക്കണമേ. ഹോറേബ് മലയിൽ ഉൾപ്പടർപ്പിൽ മോശ കണ്ടതുപോൽ പാപികളാകും ഞങ്ങളിൽ അഗ്നി ഇറക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ചാമ്പലാക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ചാമ്പലാക്കണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ജോർദാൻ നദി സ്നാന സമയം ഈശോ മിശിഹായിൽ പ്രാവിൻ രൂപൻ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദി സ്നാന സമയം ഈശോ മിശിഹായിൽ പ്രാവിൻ രൂപൻ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. സിഹിയോൻ ശാലയിൽ അന്നു നാഥ അഗ്നിജ്വാലയായി ശ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ ശാലയിൽ അന്നു നാഥ അഗ്നിജ്വാലയായി ശ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കത്തി ജ്വലിക്കണമേ,
ആത്മഫലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. നിറഞ്ഞു കവിയണമേ, കത്തി ജ്വലിക്കണമേ. ആത്മഫലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ. വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ. വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. 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 എല്ലാവരും അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിച്ചില്ല. അവിടുത്തെ പരിശുദ്ധം ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ആത്മാവിൻ്റെ വലിയ അഭിഷേകം വീണ്ടും വീണ്ടും നമുക്ക് നിമിഷം ആഗ്രഹിക്കും. അന്ത്യകാല അഭിഷേകം തൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധത്തിൻ്റെ മുറവിളികളും പകർച്ചവ്യാധികളിലൂടെ കടന്നുപോയി. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. സ്വരമുയർത്തി ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്ന, 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 അഭിഷേകം നിറയുന്ന. ശക്തി വ്യാപരിക്കപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ വ്യാപരിക്കപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. യുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. എല്ലാവരും തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. എല്ലാവരും അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്വദേശി പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. നമുക്ക് വീണ്ടും പൊട്ടുമേലാകാം. സുടത്തിരസന ശാന്തതയോടെ ശാന്തമാകുക. ഞാൻ ദൈവമാണെന്നറിയുക. വലിയ ശാന്തതയോടെ നമുക്കിരിക്കാൻ ദൈവസന്നിധിയിൽ. അത്രമാത്രം സ്നേഹിച്ച ദൈവം പിതാവ് അത്രമാത്രം തൻ്റെ ജനത്തെ സ്നേഹിച്ചു. പാപത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയൊരു ജനത വേദനിക്കുന്നത് കണ്ടപ്പോൾ, കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. തൻ്റെ അരുമസുതനെ തന്നെ നൽകുവാൻ തക്കവിധം അവിടുന്ന് അത്രമാത്രം എന്നെയും നിങ്ങളെയും ലോകം മുഴുവനെയും അവിടുന്ന് സ്നേഹിച്ചു. പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അപ്പമായി തീരുവാനാണ്. ഒരു വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയാലേ അപ്പമായി തീരുവാൻ സാധ്യമാകത്തുള്ളൂ. ഒരു ഗോതമ്പ് മണി മില്ലില് പൊടിഞ്ഞമരുന്നത് പോലെ ദൈവത്തിൻ്റെ പുത്രൻ അപ്പമായി തീരുവാനാ ഏറ്റവും കൂടുതൽ സഹിച്ചത്. ആ സഹനത്തിൻ്റെ മറുപുറം തൻ്റെ ജനത്തിൻ്റെ രക്ഷയാണ്. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും കാണിച്ചപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സഹിക്കേണ്ടി വന്നില്ല, ഒരു സഹനം ഉണ്ടായില്ല. പക്ഷേ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പിതാവിൻ്റെ മഹത്വത്തിന് അവരുടെ ശരീരത്തിൽ വന്ന് വസിക്കുവാൻ തക്കവിധം ശരീരത്തെ ഒരാലയമാക്കി മാറ്റുവാൻ പരിശ്രമിച്ചപ്പോഴാണ് ഈശോയ്ക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നത്. തൻ്റെ അരുമസുതനെ വിട്ടുതരിക ഈ തകർന്നു കിടക്കുന്ന ഓരോ ആലയങ്ങളും പുതുക്കി പണിയുവാനായിട്ട്. ഈശോയെ, ആ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സഹനം, പരിശുദ്ധ അമ്മയുടെ സഹനം. ഇവിടെ എത്രമാത്രം ആളുകളാണ് പീഡാസഹനത്തോട് ചേർന്ന് നിന്നത്. സ്വർഗം മുഴുവൻ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുകയും തൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കുവാൻ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ നെറുകിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പ്രിയ ദൈവജനമേ, സ്വർഗം മുഴുവൻ ആ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധ കന്യാമറിയം വലിയ വേദനകളുടെ കടന്നു പോവുകയാണ്. തൻ്റെ ഉദരത്തിൽ ഉരുവായ ശിശുവായ യേശുനാഥനെ വളർത്തിയെടുത്ത കാലഘട്ടങ്ങൾ എത്രമാത്രം സഹനത്തിൻ്റെ കാലഘട്ടങ്ങളാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും. മക്കളെ, സഹനത്തിൻ്റെ വഴിയിലൂടെ സഹരക്ഷകയായി യാത്ര ചെയ്ത പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ആ സഹനത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ സഹനത്തെയും രക്ഷാകരമാക്കുവാൻ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. ഈശോയെ, ഇത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവം കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടക്കുന്ന ഈശോയെ നാം കാണുമ്പോൾ ആ കാരിരും വാണിയല്ല ആ തടിക്കഷ്ണത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മോട് കാണിച്ച അനന്തമായ സ്നേഹമാണ്. മാറായിലെ കൈപ്പാർന്ന ജലത്തെ മാധുര്യമാക്കി മാറ്റുവാൻ തടിക്കഷ്ണത്തോട് ദൈവം ചേർന്ന് കിടന്നപ്പോഴാണ് ആ ജലം മാധുര്യമുള്ള ജലമായി മാറിയതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കൈപ്പാർന്ന ജീവിതത്തെ മാധുര്യമുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ ആ തടിക്കഷ്ണത്തോട് വചനമായ ദൈവം ചേർന്ന് കിടക്കുന്നപ്പോഴാണ് ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. മക്കളെ, പ്രാർത്ഥിച്ചേ. എന്തുമാത്രം വേദന! മനുഷ്യന് തോന്നാത്ത രീതിയിൽ വിരൂപനായിട്ടാണ് യേശു കുരിശിൽ കിടന്നതെന്ന് യേശു പറയുന്നു. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനായി കുരിശിൽ കിടന്നു എന്ന് യേശയ്യ പ്രവചിച്ചെങ്കിൽ അവനൊരു ഗോതമ്പ് മണി പോലെ അവൻ പൊടിഞ്ഞമർന്ന് അവൻ ഇല്ലായ്മ ചെയ്യപ്പെട്ട് അവൻ നമ്മളിലേക്ക് അലിഞ്ഞു ചേരുവാൻ ഒരപ്പമായി തീരുവാനാണ് അവൻ അത്രമാത്രം സഹിച്ചത്.
ആ അപ്പത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ തലമുറ, വിശ്വസിക്കുന്ന തലമുറ വിളിച്ചു യേശുവേ എന്ന് വിളിച്ചപ്പോ ആ അപ്പം വിട്ട് ഇറങ്ങി വന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് പിതാവായ ദൈവം ഇന്ന് തിരുവോസി നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ, എൻ്റെ തകർന്ന ജീവിതം, എൻ്റെ നഷ്ടപ്പെട്ട ദാമ്പത്തിക ജീവിതങ്ങൾ പുനരുദ്ധരിക്കുവാൻ ഈശോയുടെ കടന്നു വന്നിരിക്കുക. ശത്രുതയും വിദ്വേഷവും കലഹവും അസൂയയും സ്വാർത്ഥതയും നിറഞ്ഞ ഒരു ലോകത്തെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന് ആ സമാധാനത്തിൻ്റെ ഉടമ്പടിയോട് ചേർത്ത് വെച്ച് സമാധാനമുള്ളവരാക്കി മാറ്റുന്ന തമ്പുരാൻ്റെ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം മക്കളെ. ആ സ്നേഹമാണ്, ആ തടിക്കഷ്ണത്തോട് ചേർത്ത് വെച്ചത് ആ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ അപ്പത്തോട് ചേർന്നിരിക്കുന്നത്. ആ സ്നേഹമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും സുഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ദൈവമേ, സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. ദൈവമേ, മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. ദൈവമേ, കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. ദൈവമേ, എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ച് അടിപ്പിണരാലവൻ സൗഖ്യം തരും. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ച് അടിപ്പിണരാലവൻ സൗഖ്യം തരും. ദൈവമേ, സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. സാരമില്ലായി സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ.